ഫിലോസഫി ഓഫ് ലോ എന്ന് പറയുന്ന സെഷനിലാണ് നമ്മളുള്ളത്. നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും പല വിധത്തിലുള്ള നിയമങ്ങളെയും പരിചയപ്പെടേണ്ടതായിട്ടും അംഗീകരിക്കേണ്ടതായിട്ടും വരുന്നവരാണ്. അത് രാഷ്ട്ര നിയമങ്ങളാണെങ്കിലും കുടുംബ നിയമങ്ങളാണെങ്കിലും അതല്ല മതനിയമങ്ങളാണെങ്കിലും ഇത്തരം നിയമങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളുടെ പ്രകൃതി, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശൈലികൾ അറിഞ്ഞിരിക്കൽ വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതപരമായ നിയമങ്ങളും അവൻ ജീവിക്കുന്ന രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും അതിനോട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു കാരണത്താൽ തന്നെയാണ് ഈ ഒരു സെഷൻ നമ്മളിവിടെ സംഘടിപ്പിക്കാനും കാരണം. പലപ്പോഴും വിദേശത്തെ ലൈബ്രറികളും യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളും സന്ദർശിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം ഇത്തരം ഒരു വിജ്ഞാനശാഖ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ശരീഅത്ത് നിയമങ്ങളും രാഷ്ട്ര നിയമങ്ങളും ഇതിനെ താരതമ്യം ചെയ്ത് പഠിക്കുകയും അതിൻ്റെ ഇരുവശങ്ങളും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വളരെ ഇഴകീറി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലി കാണാം. ഇത് നമ്മുടെ നാട്ടിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു വിജ്ഞാനശാഖയായി രൂപപ്പെടുകയോ അതിൽ വളരെ ഗഹനമായ ഒരു ഗ്രന്ഥം രചിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത്തരം നീക്കങ്ങളിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മുടെ ഈ സെഷൻ. അതുകൊണ്ട് തന്നെ നിയമത്തെക്കുറിച്ച്, അതിൻ്റെ പ്രകൃതിയെക്കുറിച്ച് വളരെ ചെറിയ രീതിയിൽ എന്നാൽ ഏകദേശം മേഖലകളും ടച്ച് ചെയ്യുന്ന, ഏകദേശം വിഷയങ്ങളിലേക്കും ഒരു വാതിൽ തുറന്നിടുന്ന ചെറിയൊരു ഇൻട്രഡക്ഷൻ അഡ്വക്കേറ്റ് സഗീർ സാറ് നൽകും. ഈ ഒരു സെഷൻ, അതായത് നിയമവും ഇന്ത്യൻ നിയമവും ഇസ്ലാമിക് നിയമവും അത് തമ്മിലുള്ള ഒരു സമ്മിശ്ര ചർച്ച, അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നിയമം ഒരു പക്ഷേ ഒരു ഹിസ്റ്ററിക്കാരനും അതല്ലെങ്കിൽ ഒരു സയൻസുകാരനും അല്ലെങ്കിൽ ഒരു കൊമേഴ്സുകാരനും മനസ്സിലാക്കി നിയമ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക പഠനം നടത്തിയ ആളുകൾക്ക് വളരെ ഈസിയായിട്ട് നിയമത്തെ പഠിക്കുവാനും നിയമത്തെ ഇൻ്റർപ്രിറ്റ് ചെയ്യുവാനും ഇന്ത്യൻ അല്ലെങ്കിൽ ലോക നിയമലോകത്തേക്ക് ഏറെ സംഭാവനകൾ ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. നിയമം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് നമ്മുടെ ജാബിർ ബുഖാരി ചിന്തിക്കുകയാണ്, എനിക്കെൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലൂടെ ഓടിക്കുന്നതിന് പകരം റൈറ്റ് സൈഡിലൂടെ ഒന്ന് ഓടിക്കണമെന്ന്. അധികം ദൂരം ആ വണ്ടി പോയില്ല. ആ വണ്ടി അവിടെ ഒന്നുകിൽ നാട്ടുകാരോ അല്ലെങ്കിൽ പോലീസുകാരോ പിടിച്ചിടും, നിങ്ങൾ ഇടതുവശത്തു കൂടെ പോകുമെന്ന് പറയും. അപ്പം ലോസ് ആർ certain rules and guidelines that leads a society. നിയമം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന അടിസ്ഥാനപരമായ ഒരു സംഗതിയായിട്ട് നമ്മൾ രാവിലെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മാറുകയാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നിയമമുണ്ട്. കാരണം നമ്മുടെ ഭാര്യയോട്
നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കണോ, അതോ നമ്മളുടെ ഭാര്യയെ നമ്മൾ തുറിച്ചു നോക്കണോ, നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ താമസവും ഭക്ഷണം കൊടുക്കണോ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വിവിധങ്ങളായ നിയമങ്ങളിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നിയമത്തെ മനസ്സിലാക്കാൻ നല്ലത് ഒരു വാഹനമായിട്ട് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്, ഇടതുഭാഗം ഇന്നയാൾക്ക്, വലതുഭാഗം ഇന്നയാൾക്ക് എന്ന്. ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ കാൽനടയായി നമ്മളുടെ മൊയ്തു കീശേരി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ അതിൻ്റെ ലെക്സ് 4 എന്ന് പറയും, ലോ ഓഫ് ലാൻഡ്, അതിനൊക്കെ മറികടന്നുകൊണ്ട് വളരെ സാഹസികമായിട്ട് ജീവിതം ഒരു സഞ്ചാരമാക്കിയിട്ട് ഒരു സഞ്ചാര പുസ്തകം ജീവിതം കൊണ്ട് രചിച്ച് വിട പറഞ്ഞ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കാൽനടയായിട്ടും വാഹനമായിട്ടും സഞ്ചരിക്കുമ്പോൾ, കാൽനടയായിട്ടൊരു വാഹനത്തിൽ യാത്രക്കാരനായിട്ടോ സഞ്ചരിക്കാൻ ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ടൊരു മാസ്ക് ഇട്ടാൽ മതി. പക്ഷെ ഒരു ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു കടമ്പ അടക്കേണ്ടതുണ്ട്. ആ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ ഒരു CC ഒക്കെ വെച്ചിട്ട് വാഹനത്തെ തരം തിരിച്ചിട്ടുണ്ട്. 16 വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്ക് ഇത്ര CCയിലുള്ള വാഹനം ഓടിക്കാൻ പാടുള്ളൂ. പിന്നെ ലേണിംഗ് ലൈസൻസ് ലഭിച്ചിട്ടുള്ള ആളാണെങ്കിൽ L എന്ന് ഉപയോഗിക്കണം. അയാളെ കൂടെ ഒരു ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളെ അക്കമ്പനി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ നിയമം തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ആകെ ശാസ്ത്രീയമായ രീതിയിലും സമൂഹത്തിന് പുറമേൽക്കാത്ത രീതിയിലും സന്തോഷകരമായ രീതിയിലും മുന്നോട്ടേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്ത് നിയമം എന്ന് പറയുന്നത്. ഇന്ന് ഈ കാലം, അതായത് 2020 അതിൻ്റെ തൊട്ടു മുമ്പുള്ള കാലം, ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാകുന്ന, ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം നേടുന്ന, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാകുന്ന, അതിൻ്റെ അപ്പുറത്ത് ലോകത്ത് ഏറ്റവും വലിയ സന്തോഷവാനാകുന്നത് എങ്ങനെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു ഹാപ്പിനെസ് കരിക്കുലം ആ ഒരു ലോകത്താണ്. ഈ ഒരു ഹാപ്പിനെസ് ഒരു ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ദേശത്ത് സകലമാന ജനങ്ങൾക്കും ഒരുക്കി നൽകുന്നതിൽ നിയമത്തിൻ്റെ പങ്ക് വലുതാണ്. ലോ ഈസ് ദി കമാൻഡ് ഓഫ് സോവറിൻ. അധികാര വർഗത്തിൻ്റെ ആജ്ഞയാണ്, അധികാരിയുടെ ആജ്ഞയാണ് നിയമം എന്നുള്ളതാണ് ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ജൂറിസ്പ്രുഡൻറ്റ് അഥവാ നിയമജ്ഞൻ പറഞ്ഞിട്ടുള്ളത്. ബെൻതാം അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ റിസർച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ലോകത്ത് എന്ന് സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടായി, ആ ലോകത്ത് സ്വകാര്യ സ്വത്തുക്കൾ 4 അതിരുകൾക്കുള്ളിൽ എന്നുണ്ടായി, അന്ന് തൊട്ടാണ് പ്രൈവറ്റ് നിയമം എന്ന് പറയുന്ന ഒരു സംഗതി ഉത്ഭവിക്കുന്നത് എന്നാണ്. അവിടെയാണ് സിവിൽ ലോയുടെ ആവിർഭാവം എന്ന് പറയുന്നതാണ്. ഇസ്ലാമിക് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഖുറാനും ഹദീസും എല്ലാം അതിൻ്റെ സോഴ്സുകളായിട്ട് വരുമ്പോൾ, ഒരു ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നിയമത്തെ സമീപിക്കുമ്പോൾ അതിൽ കസ്റ്റംസ്, ആചാരങ്ങൾ, അത് ചില നിയമമായി വരുന്നു, ചില ആചാരങ്ങൾ നിയമവിരുദ്ധമായി വരുന്നു. ഇന്ത്യൻ നിയമശാഖയ്ക്ക് ഏറെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അതിന് വൈദേശിക ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റം ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം രാജാറാം മോഹൻ റായ്ക്ക് അതിനെ നിർത്തലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് അന്നത്തെ നിയമ സംവിധാനമായിരുന്നു. അപ്പോൾ അത്തരം കസ്റ്റം അഥവാ ആചാരങ്ങൾ നിർത്തലാക്കപ്പെട്ടപ്പോൾ ചില കസ്റ്റം അത് നിയമത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള സോഴ്സുകളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലാ ഇലാഹ എന്നുള്ളതിൽ നോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ എപ്പോഴും നിയമത്തിൽ ഒരു യെസ്സും നോയുമുണ്ട്. യെസ്സും നോയുകളുടെയും ഒരു കൂടിച്ചേരലുകളാണ് നിയമം. അതൊരു പക്ഷേ ഒരാൾക്ക് യെസ് ആകുമ്പോൾ മറ്റൊരാൾക്ക് നോ ആകുന്നു. അതായത് ഒരാൾക്ക് അവകാശമായി മാറുമ്പോൾ അത് മറ്റൊരാൾക്ക് അത് ബാധ്യതയായി മാറുന്നു. അങ്ങനെ നമ്മൾ നിയമത്തെ നോക്കുമ്പോൾ നിയമം
റൈറ്റ് ഇൻ പേഴ്സണം അഥവാ റൈറ്റ് ഇൻ റം എന്ന് പറയുന്ന സംഗതികളുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് സമൂഹത്തിൻ്റെ മേൽ ഒന്നാകെയുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തിക്ക് വളരെ പേഴ്സണായിട്ട് കുറഞ്ഞ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് ലഭിക്കേണ്ട നിയമത്തിൻ്റെ ആ പരിരക്ഷയുമുണ്ട്. അഡ്വക്കേറ്റ് അഷ്റഫ് ഉസ്താദ് ക്രിമിനൽ നിയമങ്ങൾ അത് ഇസ്ലാമിക ഫിഖ്ഹുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെറിയ വാക്കുകളിൽ അവതരിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നേരത്തെ സഹീർ സാർ നിയമം എന്താണ് എന്നതിനെ പ്രതി മോശമല്ലാത്തൊരു വിശദീകരണം തന്നു കഴിഞ്ഞു. നമ്മുടെ സാമൂഹിക ജീവിതത്തെ എല്ലാ നിലക്കും നിയമം സ്പർശിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരാകത്തുക എന്ന് പറയുന്നത്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെയും എന്നെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുണ്ട്. ഞാൻ എന്തു പറയണം, എന്തു പറയാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത് വ്യവസ്ഥാപിത നിയമങ്ങൾ തന്നെയാണ്. ലോകത്തുള്ള മുഴുവൻ നിയമങ്ങളുടെയും അഥവാ ഈ നിയമസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ്, നാച്ചുറൽ റൈറ്റ്സ്, നാച്ചുറൽ ലോ എന്നൊക്കെ പറയുന്ന, നമ്മൾ മലയാളത്തിൽ സ്വാഭാവിക നീതി എന്ന് പറയും. അത് ഒരു മനുഷ്യജന്മത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്തരം പ്രയോഗങ്ങൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ ഈ മൈതാനത്ത് നിന്ന് കുട്ടികൾ കളിക്കുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് പരസ്പരം എന്തെങ്കിലും തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ അങ്ങനെ കുട്ടികൾ പറയും, അത് ചെയ്തത് ശരിയായില്ല, ദറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയും. അഥവാ പിന്നെ ആ ചെയ്ത പ്രവൃത്തി തെറ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാഗം കേട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളങ്ങനെ നിയമം എന്ന നിലയിലല്ല, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അത്യന്താപേക്ഷിത ഘടകം എന്ന നിലയിൽ എന്ന പോലെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്വാഭാവിക നീതി എന്ന് പറയുന്നത്. എന്നെ കൂടെ കേൾക്കണം. നിങ്ങൾ കേട്ട് വിധി പറയുന്ന സമയത്ത് നിങ്ങൾ നിഷ്പക്ഷനാവണം. ഹിയർ ദ അതർ സൈഡ് എന്നാണ്. മറുവശം കൂടെ കേൾക്കുക. അതോടൊപ്പം തന്നെ റൈറ്റ് എഗൻസ്റ്റ് ബയാസ്. അങ്ങനെ കേട്ട് തീരുമാനമെടുക്കുന്ന സമയത്ത് നിങ്ങൾ അത് വിധികർത്താവായ ആൾ, ന്യായാധിപൻ വളരെ നിഷ്പക്ഷമായി വിധിക്കണം. ഇതാണ് സകല നിയമ സങ്കല്പങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവിക നീതിയാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ നിരന്തരം കേൾക്കുന്നത് ഏതൊരു നിയമവ്യവഹാരം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. സ്വാഭാവിക നീതിയുടെ നിഷേധം എന്ന് പറയാൻ പറ്റും. അപ്പം ഈ സ്വാഭാവിക നീതി എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഡിവൈൻ ലോയിൽ നിന്നാണ്, ദൈവിക നിയമത്തിൽ നിന്നാണ്, സൃഷ്ടാവിൻ്റെ നിയമത്തിൽ നിന്നാണ് ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന കൺസെപ്റ്റ് വരുന്നത്. അഥവാ റിലീജിയസ് ലോയും നമ്മൾ ഈ പറയുന്ന മോഡേൺ ലോയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ മോഡേൺ ലോയെയും ഇസ്ലാമിക് ലോയെയും ചേർത്തു വെക്കുന്ന ചർച്ചയിൽ നമ്മൾ ആ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പിന്നെ വ്യാപകമായിട്ട് നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നിരന്തരം നിയമവ്യവഹാരങ്ങൾ കോടതികളിൽ എത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം സമീപകാലത്ത് ഉയർന്നു വന്നതാണ്. അത് ലോക്കോ സ്റ്റാൻഡി ഫോർ ഹൂം, ആർക്കാണ് ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം, റൈറ്റ് ആർക്കാണ് എന്നൊരു ചർച്ചയുണ്ട്. അതിൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന കൺസെപ്റ്റ്, തത്വം എന്ന് പറയുന്നത് ആരാണോ ഇഞ്ചോർഡ് പാർട്ടി ആരാണോ അയാൾക്ക് മാത്രമേ ആ വിഷയത്തിൽ തൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
ന്യായാസനങ്ങളെ സമീപിക്കാനുള്ള അവകാശമുണ്ട് ഉള്ളത് എന്നായിരുന്നു പഴയ കാലത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ സമീപകാലത്ത് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറുകയും അത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചുവടുവെപ്പാണ്, വഴിത്തിരിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ആരാണ് ആക്രമിക്കപ്പെട്ടത്, ഇര ആരാണ്, അയാൾക്ക് മാത്രമേ നീതി തേടി കോടതികളെ സമീപിക്കാൻ പറ്റൂ എങ്കിൽ പിന്നെ ലോകത്ത് നീതി ലഭിക്കുന്നത് ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് പിന്നീട് പൊതു താൽപ്പര്യ ഹർജികൾ അത് വ്യാപകമായി എന്ന് മാത്രമല്ല, അതിലേറ്റവും ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവ് എന്ന് പറയുന്നത് ഡൽഹിയിലെ ജയിലിൽ നിന്ന്, തിഹാർ ജയിലിലെ ഏകാന്ത തടവിൽ നിന്ന് ഒരു തടവുകാരൻ അയാൾ സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് എഴുതുന്ന കത്തിനെ പൊതു താൽപ്പര്യ ഹർജിയായി പരിഗണിക്കുന്നിടത്താണ് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൻ്റെ നീതി ലഭ്യതയുടെ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ഈ പുതിയ കാലത്തുള്ള നീതി സങ്കല്പങ്ങളിലെ മാറ്റങ്ങൾക്കനുസൃതമായിട്ടാണ് പൊതു താൽപ്പര്യ ഹർജികളും ആ പൊതു താൽപ്പര്യ ഹർജികളിലെ വികാസവും സംഭവിക്കുന്നത് എങ്കിൽ ഇസ്ലാമിൽ നേരത്തെ ഇഞ്ചോർഡ് പാർട്ടിക്ക് മാത്രമല്ല, വിക്ടിമിന് ഇരക്കു മാത്രമല്ല, അതോടൊപ്പം തന്നെ സമൂഹത്തിന് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമല്ല, അതൊരു സാമൂഹിക ബാധ്യതയായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. അഥവാ പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരാൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിനെ അർഹമായ രീതിയിൽ പ്രതിരോധിക്കുകയും അത് മറ്റൊരു ചുവടുവെപ്പ് എന്ന നിലയിൽ അത് കേസ് കൊടുക്കൽ, നീതിന്യായ സംവിധാനത്തിൻ്റെ മുമ്പിൽ എത്തിക്കൽ, അത് പൗരബാധ്യത എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് പണ്ട് മുതൽക്കേ അങ്ങനെ വരുന്നുണ്ട്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു പൊതുരൂപം അത് പുതിയ സാമൂഹിക സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുകയാണ്. പിന്നെ നിയമം എന്ന നിലയിൽ അതൊരു ചട്ടക്കൂടിലേക്ക് വരുന്ന സമയത്ത് പൊതുവായ അതിൻ്റെ പരിമിതികളുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. പ്രഥമ ദൃഷ്ട്യാ പലപ്പോഴും നമുക്കതൊരു അൺജസ്റ്റായി തോന്നുമെങ്കിൽ തന്നെയും നിയമത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിന് അത് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് 1963 എന്നൊരു ആക്ട് തന്നെ പരിശോധിച്ചാൽ അത് നമ്മൾ ആദ്യ വായനയിൽ അത് അനീതിയാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുക. 1963 ലിമിറ്റേഷൻ ആക്ടിൽ പറയുന്നത് എന്താണ്? സിവിൽ സ്യൂട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ സ്യൂട്ട് കൊടുക്കാനുള്ള അവകാശമില്ല. അപ്പോൾ അയാൾ അവിടെ വ്രണിത ഹൃദയനായി കഴിയുകയാണ്. അഥവാ അയാൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമില്ലെന്ന് പറയുന്ന ഒരു നിയമം. പക്ഷേ പ്രഥമ ദൃഷ്ടിയെ നമ്മൾ നോക്കുമ്പോൾ അത് അൺജസ്റ്റായി തോന്നുമെങ്കിലും അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് നിയമ അവകാശങ്ങൾക്ക് മേൽ അടയിരിക്കുന്നവന്, ഉറങ്ങുന്നവന് കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ നിയമത്തെക്കുറിച്ച്, തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ശബ്ദിക്കാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ അനീതിയാണെങ്കിൽ തന്നെയും നിയമത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിന് അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് പുതിയ കാലത്ത് നിരവധി വ്യവഹാരങ്ങൾ, നിയമവ്യവഹാരങ്ങൾ കോടതികളിലെത്തുന്ന നിയന്ത്രിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു താല്പര്യം തന്നെയാണ്. അപ്പോൾ സിവിൽ സ്യൂട്ടുകൾ അത് സ്യൂട്ടിനനുസരിച്ച് മാറും. 3 വർഷവും അതുപോലെ 2 വർഷമൊക്കെ കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന ലിമിറ്റേഷൻ ആക്ട് 1963 എന്ന് പറയുന്നത് സമാനമായ നിയമങ്ങൾ നമുക്ക് അൺജസ്റ്റാണ് എന്ന് തോന്നുമെങ്കിലും നിയമം എന്ന നിലയിൽ നിയമത്തിൻ്റെ സുഖകരമായ നടത്തിപ്പിന് അത് ആവശ്യമാണ്. അത് റിലീജിയസ് ലോയിലും നമുക്ക് കാണാൻ പറ്റും, മോഡേൺ ലോയിലും നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണമാണ് അഷ്റഫ് ഉസ്താദ് നടത്തിയത്. ഇനി അതൊന്നുകൂടെ ഡീപ്പായിട്ട് എന്നാൽ വളരെ ചുരുങ്ങിയ പദങ്ങളിലൂടെ അഡ്വക്കേറ്റ് റിഫായി ഉസ്താദ് അവതരിപ്പിക്കും. ഞാൻ അഡ്വക്കേറ്റ് റിഫായി ഹിമമി സഖാഫി, കാസർഗോഡ് മർക്കസ് ലോ കോളേജിൽ ആദ്യ ബാച്ചിൽ LLB ബിരുദത്തിന് ശേഷം നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്രിമിനോളജിയിൽ ബിരുദാനന്ത ബിരുദം അവസാന വർഷ വിദ്യാർത്ഥിയാണ്.
നിയമം എപ്പോഴും നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരമമായ ലക്ഷ്യമെന്നാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. നിയമം എന്താണ് എന്ന് നാം സാറ വിശദീകരണത്തിന് നമുക്ക് വ്യക്തമായി. ആ ഒരു ജീവിത ശൈലിയാണ് പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മോട് പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കാനുള്ള രീതികളാണ്, ഒരുപാട് നിയമങ്ങളാണ്, ഡൂസ് ആൻഡ് ഡോൺസുകളാണ് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമ്മോട് പറഞ്ഞു തരുന്നത്. അത് ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസായി ഫിഖ് അല്ലെങ്കിൽ കർമ്മശാസ്ത്രം എന്ന് നാം അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കർമ്മശാസ്ത്രത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി നാം അതിനെ പഠിക്കുന്നുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പിലാകണം എന്നുള്ളതാണ് പരമമായ ലക്ഷ്യമായി നാം പറയാറുള്ളത്. അല്ലാഹു തആല പറയുന്നു, ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്. നിങ്ങൾ അവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഇരു പാർട്ടികൾക്കിടയിൽ നീതി കൊണ്ട് നിങ്ങൾ നടപ്പിലാക്കണം. നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും ഇസ്ലാമിൻ്റെ നിയമം നമ്മുടെ ഇന്ത്യൻ ലോ അല്ലെങ്കിൽ കോമൺ ലോ സിസ്റ്റമായി എടുത്തു നോക്കുമ്പോൾ, പ്രധാനമായും ക്രിമിനൽ വശങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ചില പണിഷ്മെൻറ്റ്, ക്രിമിനൽ ലോ എന്ന് പറയുമ്പോൾ ഒരു കുറ്റത്തിന് അതിൻ്റേതായ പണിഷ്മെൻറ്റ്, ശിക്ഷയുണ്ടാകും. അത് നൽകുന്ന രീതികളിലാണ് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്നതായി നാം കാണുന്നത്. ഇസ്ലാം ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഡിറ്ററൻറ്റ് തിയറി അല്ലെങ്കിൽ കർശനമായ ശിക്ഷയാണ് നൽകുന്നത് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് പറയുന്ന കിതാബുകളിൽ, ഫത്തുഹുൽ മൊയ്ൻ അല്ലെങ്കിൽ നമ്മുടെ മുത്താലിമ്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന തുഹ്ഫ പോലത്തെ കിതാബുകളിൽ ജിനായാത്ത് എന്ന ഭാഗം പറയുന്നിടത്ത് രണ്ട് രീതിയിലാണ് റൈറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഹുക്കൂക്കുള്ള, മറ്റൊന്ന് ഹുക്കൂക്കുൻ നാസ്, റൈറ്റ്സ് ടുവാർഡ്സ് ഗോഡ്, മറ്റൊന്ന് റൈറ്റ്സ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില കുറ്റങ്ങൾ പറയുന്നിടത്ത്, ചില പണിഷ്മെൻറ്റ് ചില ക്രൈം പറയുന്നിടത്ത് ഇസ്ലാമിക് ലോയിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് വളരെ ശക്തമായ പണിഷ്മെൻ്റ് ആയിരിക്കും നൽകുന്നത്. അതിൽ ഒരു മനുഷ്യനും കൈകടത്താൻ പറ്റൂല. കാരണം അത്രയും വലിയ ഗൗരവമായ കുറ്റമായതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ കൽപ്പിക്കുന്നത്. അത് വളരെ ചുരുക്കമുള്ള ശിക്ഷകൾ മാത്രമാണ് അങ്ങനെ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കട്ടവൻ തെഫ്റ്റ് നടന്നാൽ അതിനുള്ള ശിക്ഷ പറയുന്നത് കൈമുറിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക് ലോ അനുസരിച്ച്. അപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ കക്കപ്പെട്ടവൻ, ആരുടെ മുതലാണോ കട്ടത്, അയാൾ പൊരുത്തപ്പെട്ടു കൊടുത്താലും ഇസ്ലാം ആ നിയമം നടപ്പിലാക്കണം. അത് റൈറ്റ്സ് ഓഫ് ഗോഡാണ്. അത് ദൈവം അങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ്. ഇസ്ലാമിൻ്റെ സോഴ്സ് ഓഫ് ലോ ഖുർആനാണ്, ഹദീസാണ്. അതിലങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ. അതേ സമയത്ത് രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞത് നമ്മൾ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഒരാളൊരു മനുഷ്യരുമായി തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള അവകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. ഒരാളെ കൊല ചെയ്താൽ, മർഡർ കമ്മിറ്റ് ചെയ്താൽ ഇസ്ലാമിക് ലോ അനുസരിച്ച് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഡെത്ത് തന്നെയാണ് കൊടുക്കാൻ പറയുന്നത്. എന്നാൽ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം, വിക്ടിം, അവരുടെ ബന്ധപ്പെട്ടവർ ഇവർക്ക് അഫ്വ് ചെയ്താൽ, പൊരുത്തപ്പെട്ടു കൊടുത്താൽ അത് നടപ്പിലാക്കേണ്ടതില്ല. അത് നമ്മുടെ ഇന്ന് കോമൺ ലോയിൽ കാണുന്ന സിസ്റ്റം തന്നെ റിഫോർമേറ്റീവ് തിയറി, അല്ലെങ്കിൽ അവിടെ ആ ശിക്ഷ ഒഴിവാക്കാനുള്ള സംഭവം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അത് ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ചാണ് ഇസ്ലാം അങ്ങനെയുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ കോമൺ ലോ സിസ്റ്റമിൽ കാണുന്ന മറ്റൊരു ബേസിക് പ്രിൻസിപ്പിളാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത്. ഒരു ക്രിമിനൽ കുറ്റം ഒരാൾ ചെയ്താൽ, കോടതിയിൽ അങ്ങനെ കുറ്റം ചെയ്ത് കോടതിയിലെത്തിയാൽ ആദ്യമായി അയാളെ കണക്കാക്കുന്നത് ഒരു കുറ്റം ചെയ്യാത്ത ആളായിട്ടാണ്. അയാൾ ഇന്നസെൻ്റ് എന്നാണ് നിയമം കണക്കാക്കുന്നത്. ഈ ഒരു തിയറിയാണ് കോമൺ ലോ സിസ്റ്റം ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഫോളോ ചെയ്തു വരുന്നത്. നമുക്കറിയാം, സർ വില്യം ഗാരോ ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്. 1935 വ്യാഖ്യാതമായ ഇംഗ്ലീഷ് കേസുണ്ട്, വൂൾമിംഗ്ടൺ വേഴ്സസ് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ. ഈ കേസിൽ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ഗോൾഡൻ ത്രെഡായിട്ടാണ്. അതായത് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അയാൾ ഇന്നസെൻ്റ് ആണ്.
കുറ്റം ആരോപിക്കപ്പെട്ട ആൾ അയാൾക്കെതിരെ തെളിവ് കൊണ്ടുവന്ന് അയാളെ ശിക്ഷിക്കുന്നത് വരെ അയാൾ ഇന്നസെൻ്റ് ആണെന്നാണ് ക്രിമിനൽ നിയമത്തിൻ്റെ അടിസ്ഥാന നിയമം. പരിശുദ്ധ ഇസ്ലാം ഈ ഒരു ആശയത്തിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇസ്ലാമിൻ്റെ ഉസൂലുകൾ, അടിസ്ഥാന തത്വങ്ങൾ, ബേസിക് പ്രിൻസിപ്പിൾ വിശദീകരിക്കുന്ന കിതാബുകളിൽ ഇത് നമുക്ക് പറയുന്നതായി കാണാം. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഓതുന്നൊരു കിതാബാണ് ജംഉൽ ജവാമിം. അതിൻ്റെ 2ാം വാള്യം 284 പേജിൽ മസാലിക്കുൽ ഇല്ല എന്ന് പറയുന്ന ഒരു മസാലിക്കുൽ ഇല്ല, ബാബ് മസാലിക്കുൽ ഇല്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒരു ചർച്ചയാണ്, പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന ഒരു ചർച്ച പറയുന്നുണ്ട്. അതായത് തെഫ്റ്റ് നടത്തിയ ഒരാൾ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് സമ്മതിക്കാൻ വേണ്ടി, കൺഫെസ് നടത്താൻ വേണ്ടി അദ്ദേഹത്തെ അടിക്കാൻ പറ്റൂല എന്നുള്ള ചർച്ച. ഭൂരിഭാഗ മെജോറിറ്റി ഓഫ് സ്കോളേഴ്സ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു തെഫ്റ്റ് ആരോപിക്കപ്പെട്ട ആളാണ്, അദ്ദേഹം കൺഫെസ് ചെയ്യാൻ വേണ്ടി, സമ്മതിക്കാൻ വേണ്ടി ഒരു മുറ പോലും, ഒരു അടി പോലും അടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവർ പറഞ്ഞ ഉസൂൽ അവിടെ പറയുന്നത് തർക്കുൽ അർബി ലി മുദ്നിബിൻ അഹ്വനു മിൻ അർബി ബരീഇൻ എന്നാണ്. അതായത് ഒരു കുറ്റം ചെയ്ത ആളെ അടിക്കൽ ഒഴിവാക്കുക എന്നുള്ളത് നിരപരാധിയായ ഒരാളെ അടിക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള കാര്യമാണ്. കാരണം എന്താ പറഞ്ഞത്? കാരണം ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവ് നിരത്തി അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അയാളെ സമ്മതിക്കാൻ വേണ്ടി അടിക്കുന്നത് ശരിയല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസും ഇസ്ലാമിൻ്റെ ലോയിലും അത് അടിസ്ഥാനപ്പെടുത്തി തരുന്നുണ്ട്. ഒരു ഹദീസ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദ്റഉൽ ഹുദൂദ അനിൽ മുസ്ലിമീന മസ്തതഅതും ഫഇൻ കാന ലഹു മഖ്റജൻ ഫഖല്ലു സബീല ഫഇന്നൽ ഇമാമ ഇൻ യുഖ്തിയ ഫിൽ അഫ്വി ഖൈറും മിൻ അൻ യുഖ്തിയ ഫിൽ ഉഖൂബ. അതായത് ഒരു ഇമാമിനിക്ക്, ഒരു ജഡ്ജ്, ഇസ്ലാമിക് നിയമപ്രകാരം ഒരു ജഡ്ജിന് ഒരു തെളിവുകളൊക്കെ ഹാജരാക്കി അദ്ദേഹത്തെ വെറുതെ വിടുന്നതിനേക്കാൾ ഗൗരവം തെളിവില്ലാതെ ഒരാളെ ശിക്ഷിക്കലാണ് എന്നുള്ളതാണ് അടിസ്ഥാന തത്വമായി ഈ ഹദീസിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളായ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഇത് എപ്പോഴും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ കൊണ്ടുവന്ന് ലാഹിറായ തെളിവുകൾ കോടതിയിലെത്തി ആ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ മാത്രമേ അതൊരു നീതിയായി മാറുകയുള്ളൂ എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിലും വ്യക്തമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ തെളിവുകൾ കൊണ്ടുവരേണ്ടത് ആരാണ്? അതൊരു അടുത്ത ചർച്ചയാണ്. ഏതൊരു കേസിലും തെളിവ് കൊണ്ടുവരേണ്ടത്, നമ്മൾ തെളിവ് കൊണ്ടുവരിക എന്നുള്ളത് ദി ബേർഡൻ ഓഫ് പ്രൂഫ് എന്നാണ് അതിനെ നിയമഭാഷയിൽ പറയുന്നത്. അത് എപ്പോഴും ദി ബേർഡൻ ഓഫ് ദി പ്രൂഫ് ലൈസ് അപ്പോൺ ഹിം whom affirms. പ്ലൈൻറ്റിഫ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റൻ്റ് ആരാണോ ഒരു കാര്യം പരാതിക്കാരൻ ആരാണോ അയാൾ തെളിവ് കൊണ്ടുവരണമെന്നാണ് നിയമം പറയുന്നത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ലാ യുഅ്തൻ നാസു ബിദഅവാഹും. ജനങ്ങൾ അവരുടെ കംപ്ലൈൻറ്റുമായി അലിഗേഷൻസുമായി വരികയാണെങ്കിൽ ലദ്ദഅ റിജാലു അംവാല ഖൗമിൻ വദിമഅഹും. ജനങ്ങൾ, നിങ്ങൾക്കിടയിലുള്ള പാർട്ടീസ് അവരുടെ സ്വത്ത് തർക്കവുമായി നിങ്ങളെടുത്ത് വന്നേക്കാം, അല്ലെങ്കിൽ ക്രിമിനൽ വിഷയമായി, സിവിൽ വിഷയമായി നിങ്ങൾക്ക് വന്നാൽ, ലാക്കിനിൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ. തെളിവ് കൊണ്ടുവരേണ്ടത് മുദ്ദഇയാണ്, കംപ്ലൈൻറ്റിൻ്റെ ആണ്. വൺ ഹു അഫേംസ്, ആരാണോ കംപ്ലൈൻറ്റ് പറയുന്നത്, അതാണ് ക്രിമിനൽ കേസിൽ ഇന്ത്യൻ നിയമപ്രകാരം പ്രോസിക്യൂഷനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, സ്റ്റേറ്റാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതാണ് നമ്മൾ തെളിവെടുപ്പ് നടത്തുന്നത് എപ്പോഴും പോലീസായിരിക്കും, സ്റ്റേറ്റിൻ്റെ അതോറിറ്റി ആയിരിക്കും. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്രിമിനൽ ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നതായി കാണാം. പക്ഷേ ഇസ്ലാമിൻ്റെ ക്രിമിനൽ തിയറികളെ, പണിഷ്മെൻറ്റ് തിയറികളെ അതിനെതിരെ ശബ്ദിക്കുന്നവർ, അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യങ്ങളും പേർപ്പസ് ഓഫ് ലോ, ആ പണിഷ്മെൻറ്റിൻ്റെയും ആ ഒരു ക്രൈമിനെ കുറിച്ച് മനസ്സിലാക്കാത്തതും ലക്ഷ്യം മനസ്സിലാക്കാത്തതുമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളും ചില നിയമങ്ങളിൽ നമ്മുടെ രാജ്യം, സെക്യൂരിറ്റി ഓഫ് നാഷൻ, ടാഡ പോലത്തെ വിഷയങ്ങളിൽ ഒരു നിലക്കും എന്ത് ചെയ്യാറില്ല, വിട്ടുകൊടുക്കാത്ത നിയമങ്ങളുമുണ്ട് സ്റ്റേറ്റിൻ്റെ. അതായത് ഒരു നിലക്കും അഫ് കൊടുക്കാത്ത ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ വെക്കുന്നുണ്ട്.
അല്ലെങ്കിൽ രാജ്യങ്ങൾ അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കടുപ്പമേറിയ ചില ശിക്ഷകൾ ഇസ്ലാമിൽ നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അബ്സല്യൂട്ടായിട്ടൊരു നിയമം, അബ്സല്യൂട്ട് ലോ, അങ്ങനൊരു നിയമമില്ല എന്ന് മതം ഉള്ളവരും ഭരണഘടന അംഗീകരിക്കുന്നവരും നാസ്തികരും എല്ലാവരും പറയുന്നതാണ്. ഒരു കാലത്തും മാറാത്ത, എല്ലാ കാലത്തേക്കും ഒരേ ഒരു നിയമം, അങ്ങനൊരു നിയമം ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ രാഷ്ട്രങ്ങളുടെ നിയമങ്ങൾ വിഭിന്നമായത്, ഓരോ സമൂഹങ്ങളുടെ നിയമങ്ങൾ വ്യത്യസ്തമായത്. ഇസ്ലാമിക ഫിഖ്ഹിലേക്ക് വരുമ്പോൾ തന്നെ വ്യത്യസ്ത പ്രവാചകന്മാർക്ക് വ്യതിരക്തങ്ങളായിട്ടുള്ള കർമ്മശാസ്ത്രം, എല്ലാവർക്കും ഒരേ നിയമം അല്ല നൽകിയത്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഫിഖ്ഹാണ് നൽകിയത് എന്ന് അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണും. അത് നിയമത്തിൻ്റെ ഈ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. അബ്സല്യൂട്ടായിട്ടുള്ള ഒരു നിയമം ഇല്ല. ഇത് അംഗീകരിക്കലോടുകൂടെ തന്നെ നിയമം ഉണ്ടാവുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ സ്വഭാവമാണ്. സാമൂഹിക ജീവിതത്തിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഒരു നിയമസംഹിതയെ അംഗീകരിക്കാനും കെട്ടിപ്പടുക്കാനും സാധിക്കുകയുള്ളൂ. പൂർണ്ണമായും ഫ്രീ തിങ്കറായ ഒരാൾ, ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഫ്രീ തിങ്കർ, അവനൊരിക്കലും ഒരു നിയമത്തെയും അംഗീകരിക്കാൻ കഴിയുകയില്ല. അത് മതനിയമങ്ങളാണെങ്കിലും രാഷ്ട്ര നിയമങ്ങളാണെങ്കിലും കുടുംബത്തിനുള്ളിലെ നിയമങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ നിയമം അംഗീകരിക്കുക എന്നത്, നിയമം വേണമെന്നത് ഒരിക്കലും ഒരു ഫ്രീ തിങ്കർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. റിലീജിയൻ മുന്നോട്ട് വെക്കുന്ന ഫിലോസഫി, ആ ഫിലോസഫിയുടെ പ്രൊഡക്റ്റാണ് നിയമം. അത് രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളാണെങ്കിലും മറ്റു നിയമങ്ങളാണെങ്കിലും ഒക്കെ ശരി. ഒരിക്കലും പരിപൂർണ സ്വാതന്ത്ര്യം വാദിക്കുന്ന ഒരാളുടെ ഫിലോസഫി അനുസരിച്ച് നിയമം രൂപപ്പെട്ടു വരികയില്ല, അവനതിനെ അംഗീകരിക്കാനും സാധിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മതവും നിയമങ്ങൾ പറയുന്നുണ്ട്, മതമല്ലാത്ത രാഷ്ട്രങ്ങളും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായിട്ട് വളർന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ഗോത്ര സമൂഹമാണെങ്കിൽ പോലും അവരുടെ ഇടയിലും നിയമങ്ങളുമുണ്ട്. അതെല്ലാം ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ്. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് ഇങ്ങ് വരുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളും രാഷ്ട്ര നിയമങ്ങളും അതെടുത്തു നോക്കുമ്പോൾ ഒരുപാട് യോജിപ്പുകൾ കാണാം. ഈ യോജിപ്പുകൾ കാണാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഡിവൈൻ ലോസ്. നേരത്തെ അഡ്വക്കേറ്റ് അഷ്റഫ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മതനിയമങ്ങളിൽ നിന്നാണ് പലപ്പോഴും രാഷ്ട്ര നിയമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നെപ്പോളിയൻ ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ മാലിക്കി മദ്ഹബിലെ ഷറഹുദ്ദർദീർ എന്ന് പറയുന്ന ഗ്രന്ഥം അത് കൊണ്ടുപോവുകയും അതിലെ നിയമങ്ങളനുസരിച്ച് തൻ്റെ രാഷ്ട്രത്തിലെ നിയമങ്ങൾ രൂപപ്പെടുത്തിയെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്നും ഫ്രാൻസിൻ്റെ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ അത് മാലിക്കി മദ്ഹബിൻ്റെ നിയമങ്ങളുമായി വളരെ യോജിച്ച് കിടക്കുന്നത് കാണാം. ഫ്രാൻസിൻ്റെ നിയമങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങളാണെങ്കിലും നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ കോൺട്രാക്റ്റ് ആക്ട്. ആ കോൺട്രാക്റ്റ് ആക്ട് എടുത്തു നോക്കിയാലും നമ്മുടെ ഫിഖ്ഹിൽ പറയുന്ന, ഇസ്ലാമിക ഫിഖ്ഹിൽ പറയുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ ഒരു രസം പറയാറുണ്ട്, ലോ കോളേജിലും ശരിയത്ത് കോളേജിലും ഒരുപോലെ പഠിക്കുന്ന, ഒരേ സമയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ രാവിലെ ഫത്ഹുൽ മുഈൻ ഓതി പോവുകയും ലോ കോളേജിൽ പോയിട്ട് അവിടുന്ന് കോൺട്രാക്റ്റ് നിയമം പഠിക്കുമ്പോഴും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എസെൻഷ്യൽസ് എടുത്തു നോക്കിയാൽ എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്തിനാ ഇത് രണ്ടും പഠിക്കുന്നത്, ഒന്ന് തന്നെ പഠിച്ചാൽ പോരെ?
രണ്ടും ഒന്ന് തന്നെയാണ് ഏകദേശം. കാരണം അതിൻ്റെ പിന്നെ വ്യത്യാസം വരുന്നത് അത് അവതരിപ്പിക്കുന്ന ടേമുകളിൽ, അവതരിപ്പിക്കുന്ന രീതികളിൽ ഇതിൽ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം ഇതാണ് ഇങ്ങനെ യോജിപ്പുകൾ വരാൻ. ഇത് ഈ രാഷ്ട്ര നിയമങ്ങൾ ഏകദേശവും എടുത്തത്, അത് നിർമ്മിച്ചത് മതനിയമങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന്. മറ്റൊന്ന്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ 4ആയിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. എങ്കിൽ നമ്മൾ രാഷ്ട്ര നിയമങ്ങളിലേക്ക് വരുമ്പോൾ അത് 3 എണ്ണമായിട്ടാണ്. ക്രിമിനൽ, ടോർട്ട്, സിവിൽ നിയമങ്ങൾ. ഇവിടെ 4 എണ്ണമുണ്ട്. പുതിയ രാഷ്ട്ര നിയമങ്ങളിൽ 3 എണ്ണമേ ഉള്ളൂ. പക്ഷേ അതും ആ ടേമുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ പറയുന്നതെല്ലാം ടോർട്ടാണെങ്കിലും ക്രിമിനലാണെങ്കിലും സിവിലാണെങ്കിലും അതെല്ലാം ഇസ്ലാമിക നിയമങ്ങളിലുണ്ട്. ഇസ്ലാമിക നിയമങ്ങളിലുള്ള ഏകദേശ കാര്യങ്ങളും ഇബാദാത്തിൻ്റെ ഭാഗമല്ലാത്തതെല്ലാം രാഷ്ട്ര നിയമങ്ങളിലുമുണ്ട്. ഇബാദാത്തിൻ്റെ ഭാഗം പിന്നെ ഒരു രാഷ്ട്ര നിയമമായിട്ട് വരികയില്ല, കാരണം അത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതല്ലാത്ത ഇബാദാത്തങ്ങ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് രാഷ്ട്ര നിയമങ്ങൾ. അത് ഇന്ത്യയുടെ നിയമമാണെങ്കിലും ഇന്ത്യ അല്ലാത്ത മറ്റുള്ള രാഷ്ട്രങ്ങളുടെ നിയമമാണെങ്കിലും, അത് ക്രിമിനൽ നിയമങ്ങളാണെങ്കിലും സിവിൽ നിയമങ്ങളാണെങ്കിലും ടോർട്ട് നിയമമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്, ഏകദേശം ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ നിയമങ്ങളിൽ നിന്ന് മാറി ഇതിൻ്റെ ജൂറിസ്പ്രുഡൻസ് ഭാഗത്തേക്ക് പോയാൽ, എന്ന് പറഞ്ഞാൽ ഖവായിദിലേക്ക് പോയാൽ അതും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ കാരണം ഇസ്ലാമിക ഫിഖ്ഹ്, അതിൽ ഇബാദാത്തിൻ്റെ ഭാഗത്തിൽ മാത്രമാണ് തഅബ്ബുദിയാത്ത് ഉള്ളത്. തഅബ്ബുദിയാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നിയമം അങ്ങനെ നിയമമായി വരാനുള്ള കാരണം മഅഖൂലുൽ മഅന എന്ന് പറയും. ഇങ്ങനെ മഅഖൂലുൽ മഅന അല്ലാത്ത നിയമങ്ങൾ, കാരണമറിയാത്ത നിയമങ്ങൾ, അത് വളരെ കുറച്ചേ ഉള്ളൂ. അതുള്ളത് തന്നെ അധികവും ഈ ഇബാദാത്തിലാണ്. പിന്നീട് നമുക്ക് ഈ മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതിലധികവും നമുക്ക് അതിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻഷൻ, അത് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് ഇത് രണ്ടും നല്ല സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അവിടെ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, എന്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളും രാഷ്ട്ര നിയമങ്ങളും ഒരുപോലെയായിട്ട് നിരവധി വിഷയങ്ങളിൽ സാമ്യതയുണ്ടെങ്കിലും പലപ്പോഴും അത് പ്രവർത്തിക്കപ്പെടുന്നില്ല? ഇന്ത്യയിൽ തന്നെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾക്കെതിരെ വരുന്നു. അതിൻ്റെ വ്യത്യസ്തമായ മറുപടികളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത്, ഇസ്ലാമിക നിയമങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടോ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടോ അല്ല ആ നിയമങ്ങൾ അംഗീകരിക്കാത്തത്. പലപ്പോഴും നിയമങ്ങൾ ശരിയാണെങ്കിലും സൊസൈറ്റി അതിനെ അംഗീകരിക്കുകയില്ല. ഈ രാഷ്ട്ര നിയമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഡിമാൻഡ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് അമേരിക്കയിൽ 1920s 1920കളിൽ മദ്യപാനം നിരോധിച്ചു. മദ്യപാനം നിരോധിച്ചു എന്നാൽ പൂർണ്ണമായ നിരോധനം, പ്രൊഡക്ഷൻ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, സെല്ലിംഗ് എല്ലാം നിരോധിച്ചു. കാരണം അത് ജനങ്ങൾക്ക് ഹാനികരമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ ആ നിരോധനം അധികകാലം തുടർന്നില്ല. ജനങ്ങൾ അതിനെ പ്രക്ഷോഭം ഉയർത്തിവിട്ടു. ആ നിയമം പിൻവലിക്കേണ്ടി വന്നു. ഇവിടെ ഈ മദ്യപാനം പാടില്ല, വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമം അത് ഇന്ത്യൻ ഇസ്ലാമിക നിയമത്തിലുണ്ട്. അതുപോലെ ഒരു കാലത്ത് ചില രാഷ്ട്രങ്ങൾ നടപ്പിലാക്കി. ഈ നിയമം ഇവിടെ എടുത്തു മാറ്റിയത് അത് ശരിയല്ലാത്തത് കൊണ്ടല്ല. അപ്പോഴും ഈ നിയമം അമെൻമെൻറ്റ് ചെയ്തപ്പോഴും സർക്കാർ പറയുന്നത് മദ്യം ഹാനികരമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പം രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കം മദ്യം നിരോധിക്കണോ അതല്ല മദ്യം വർജിക്കണോ, നിർമ്മാർജ്ജനം ചെയ്യണോ, ഏതാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്, ശരിയല്ല എന്നതിൽ ആർക്കും തർക്കമില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മദ്യം വിൽക്കപ്പെടുന്നു? അത് സൊസൈറ്റിയുടെ ഡിമാൻഡിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മുഖ്യമായൊരു ഫോക്കസ് നിയമങ്ങൾ അങ്ങ് പറഞ്ഞു പോവുക എന്നതിലുപരി, അല്ലെങ്കിൽ സൊസൈറ്റി ആവശ്യപ്പെടുന്നതെന്തോ അതെല്ലാം നിയമങ്ങളായി നൽകുക എന്നതിലുപരിയായിട്ട് ഈ സൊസൈറ്റിയിൽ റിഫോർമേഷൻ
സൃഷ്ടിക്കുക, സൊസൈറ്റിയെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ശൈലിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു പരിധിവരെ ഭൗതിക രാഷ്ട്ര നിയമങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സൊസൈറ്റിയിൽ മാറ്റം വരുത്തുക എന്നത്. പക്ഷെ അത് പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, പണിഷ്മെൻറ്റ് തിയറി പറഞ്ഞപ്പോൾ അതിലുമുണ്ട്, റിഫോർമേറ്റീവ് തിയറി ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു? ഇസ്ലാമിക ഫിഖ്ഹ് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് സൊസൈറ്റിയുടെ പ്രശ്നമാണ്, അല്ലാതെ രാഷ്ട്രങ്ങളുടെ പ്രശ്നമല്ല എന്നാണ് അതിൻ്റെ ചെറിയ രീതിയിലുള്ള മറുപടി. നേരത്തെ അഡ്വക്കേറ്റ് റിഫായി ജി സൂചിപ്പിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ ടു ദി അക്യൂസ്ഡ് അഥവാ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾക്ക് ഉള്ള സംരക്ഷണം. കാരണം നമുക്കറിയാം, ചിലപ്പോൾ ചില കുറ്റങ്ങൾ ഒരാൾക്ക് മേലെ വെറുതെ ആരോപിക്കപ്പെടാം. ചില കുറ്റങ്ങൾ ഒരു വ്യക്തി ചെയ്തു എന്നും തന്നെ വരാം. ഒരു കുറ്റം ചെയ്തു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുവാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ പരിപ്രേക്ഷ്യം. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള ഡിറ്ററൻ്റ് തിയറി, റിഫോർമേറ്റീവ് തിയറി എന്ന് പറയുന്ന രണ്ട് കാര്യം. ഒന്ന്, ഒരാളെ പരിഷ്കരിച്ചെടുക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചില ആളുകൾ പറയാറുണ്ടെന്ന്, എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച മട്ടനും ബുധനാഴ്ച ചിക്കനും ശനിയാഴ്ച ബീഫും കഴിക്കാം, അതാണിപ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെ നല്ലത് എന്ന്. അപ്പോൾ അത് റിഫോർമേറ്റീവ് തിയറിക്ക് മുകളിലുള്ള ഒരു പരിഹാസം അഥവാ ക്രിറ്റിസിസമാണ്. എന്നാൽ അതേപോലെ തന്നെ ഒരു ആളെ പോക്കറ്റടിക്കപ്പെട്ടു. ആ പോക്കറ്റടിച്ച ആളെ കൈവെട്ടുവാൻ വേണ്ടിയിട്ടൊരു മൈതാനിയിൽ കൊണ്ടുപോയിട്ട് നിർത്തിയേക്കാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആളുകളുടെ കൈവെട്ടുന്ന ഇതിലിങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പം 3 ആളുടെ പോക്കറ്റിൽ പേഴ്സില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഡിറ്ററൻ്റ് തിയറിയുടെ ഒരു പരിഹാസ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 20 എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, അതായത് ദ പ്രോസ്പെക്റ്റീവ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഓഫ് ലോ, ക്രിമിനൽ നിയമങ്ങൾ എപ്പോഴും പ്രോസ്പെക്റ്റീവായിരിക്കണം അഥവാ മുൻകാല പ്രാബല്യത്തോടു കൂടിയായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു വ്യക്തി ബസ് സ്റ്റോപ്പിൽ സീറ്റിൽ കയറി നിൽക്കുകയാണ്. നിലവിലുള്ള നിയമപ്രകാരം ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിൻ്റെ സീറ്റിൽ കയറി ഒരാൾ നിൽക്കുന്നത് തെറ്റല്ല. അതൊരു മര്യാദക്കേടാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ തെറ്റല്ല. അപ്പോൾ ഇന്ന് ഒരാൾ ഇരിക്കുകയും അദ്ദേഹം ഇരുന്നത് ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന CPM-കാർ അദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് നാളെ ഒരു നിയമം പാസ്സാക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ കയറി സീറ്റിൽ കയറി നിൽക്കുന്നത് അത് തെറ്റാണ്, അതിന് ഇത്ര ശിക്ഷയുണ്ട് എന്ന് സബ്സ്റ്റാൻറ്റീവ് ലോ ആയിട്ട് ഒരു സംഗതി കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ അയാളെ ശിക്ഷിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഭൂതകാല പ്രവർത്തികൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളെ കൂട്ടിൽ കയറ്റുവാൻ, ശിക്ഷിക്കപ്പെടുവാനുള്ള സാധ്യത ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ക്രിമിനൽ നിയമത്തിൽ അതിന് ദർ ഈസ് നോ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ടാക്സേഷൻ നിയമത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ അതിലുണ്ട്, എന്നിരുന്നാലും ജനറലി ഇറ്റ് ഈസ് ദ തിങ്. അതാണ് ഈ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. അതേസമയം സിവിൽ നിയമത്തിൽ ദർ ഈസ് എ സ്കോപ്പ് ഫോർ റെട്രോസ്പെക്റ്റീവ് അഥവാ മുൻകാല പ്രാബല്യം. ഡബിൾ ജിയോപാഡി ആർട്ടിക്കിൾ 20 പറയുന്ന ഇരട്ട തടവ്. ഒരു കുറ്റത്തിന് വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെട്ട ആൾ വീണ്ടും അതുപോലെ പാത്രമാവാൻ പാടില്ല, വീണ്ടും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ക്രിമിനൽ നിയമത്തിൽ ഡബിൾ ജിയോപാഡിയിൽ പറയുന്നത്. ഒരേ സ്യൂട്ട് വിചാരണ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും വിചാരണ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സിവിൽ നിയമത്തിൽ റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ഒരാളുടെ. അതുപോലെ നേരത്തെ ഒരാളെ അയാൾ ചെയ്ത കുറ്റത്തിനെതിരെ
അയാളെ സാക്ഷിയാകുവാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണെന്ത് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. നോ വൺ ക്യാൻ ബി എ വിറ്റ്നസ് ഇൻ ഹിസ് ഓൺ കേസ്. അതുപോലെ തന്നെ നേരത്തെ അഷ്റഫ് ജി സൂചിപ്പിച്ചിട്ടുള്ള അതിൽ നാച്ചുറൽ ജസ്റ്റിസ് ഒന്ന്, നോ വൺ ക്യാൻ ബി എ വിറ്റ്നസ് ഇൻ ഹിസ് ഓൺ കേസ്, സെൽഫ് ഇൻക്രിമിനേഷൻ. രണ്ടാമത്തത് നോ വൺ ക്യാൻ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. അതായത് ഒരു തീരുമാനമെടുക്കുന്ന ആൾ അയാളുടേതോ അയാൾ താല്പര്യപ്പെട്ട ആളോ ആവാൻ പാടില്ല. മൂന്നാമത്തേത് ഹിയർ ദ അതർ സൈഡ്, അതായത് മറുഭാഗത്തെ കേൾക്കുക, മറുഭാഗത്തിന് യഥേഷ്ടം കേൾക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് നിയമനിർമ്മാണത്തിൽ വരെ വളരെ കൃത്യമാവേണ്ടതാണ്. നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് അതിൻ്റെ സോഴ്സുകൾ അതിനെ പരിപോഷിക്കപ്പെടുന്നത് കോടതിയുടെ ജഡ്ജ്മെൻറ്റിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നത് DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഇതാണ്, റൈറ്റ് എഗൻസ്റ്റ് ആർബിട്രേറിയൻ അറസ്റ്റ്. അതുപോലെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours അത് വേണം, അത് അറസ്റ്റ് മെമ്മോ കൊടുക്കണം തുടങ്ങിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ വന്നത് ആ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നിയമം കാലാനുസൃതമായിട്ട് പരിപോഷിക്കപ്പെടുകയും പരിഷ്കരിക്കപ്പെടുകയും നിയമം മൂർച്ചയേറിയതാവുകയും നിയമം നല്ലതും നന്മയുമായി കാലാന്തരം പ്രാപിച്ച് വരികയും ആണ്. എന്നാൽ ചില പ്രയാസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോ ഈസ് ദി കമാൻഡ് ഓഫ് സോവറിൻ എന്ന് പറയുന്നുണ്ട്. അതായത് അധികാരവർഗത്തിൻ്റെ ആജ്ഞയാകുമ്പോൾ അധികാരം കൈയാളുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ നീയത്ത് അത് ശരിയല്ല എങ്കിൽ അത് ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നിയമ സംബന്ധമായ ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിയമസങ്കല്പങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. നാച്ചുറൽ ജസ്റ്റിസ്, നാച്ചുറൽ റൈറ്റ്സ്, നാച്ചുറൽ ലോ എന്നൊക്കെ പറയും. മലയാളത്തിൽ സ്വാഭാവിക നീതി എന്നാണ് നമ്മൾ പറയാറുള്ളത്. സംബന്ധിയായ നിയമബന്ധിതമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിയമം അയാളെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈ മൈതാനത്ത് നിന്ന് കുട്ടികൾ കളിക്കുന്ന സമയത്ത് തർക്കമുണ്ടാകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, അത് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ വാദം കേട്ടില്ല എന്ന് മൈതാനത്തിന് പുറത്ത് സാമൂഹിക ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിരന്തരം നമ്മൾ പ്രായഭേദമന്യേ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. അഥവാ അത് ശരിയല്ല, ദാറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗം കേട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഹിയർ ദ അതർ സൈഡ്. അതാണ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ സകല നിയമ തത്വങ്ങളുടെയും അടിസ്ഥാനമായ സ്വാഭാവിക നീതിയുടെ ഒരു വശം എന്ന് പറയുന്നത്. മറ്റുള്ള ആളെ കൂടെ കേൾക്കുക. വിധി നിർണയിക്കുന്നതിൻ്റെ മുമ്പ്, വിധി തീർപ്പ് നടത്തുന്നതിൻ്റെ മുമ്പ് മറ്റുള്ള ആളെ കൂടെ കേൾക്കണം. അതോടൊപ്പം തന്നെ വിധി നിർണയിക്കുന്നത്, വിധി പുറപ്പെടുവിക്കുന്നത് അത് നിഷ്പക്ഷമായ രീതിയിലായിരിക്കുകയും വേണം. റൈറ്റ് അഗൻസ്റ്റ് ബയാസ്. ന്യായാധിപൻ വിധി തീർപ്പ് നടത്തുന്ന ആൾ അയാൾ പക്ഷപാതിയാകാൻ പാടില്ല എന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും നിയമം സ്പർശിക്കുന്നുണ്ട് എന്നാണ്. ആ നിയമതത്വങ്ങളുടെ എല്ലാം അടിസ്ഥാനം സ്വാഭാവിക നീതിയാണ്. ദൈനംദിനം നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്നും മറ്റും നിരന്തരം കേട്ടുകൊണ്ടിരിക്കാറുണ്ട്, നിയമ വ്യവഹാരങ്ങളെ പ്രതി സ്വാഭാവിക നീതിയുടെ നിഷേധം അവിടെ നടന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഈ സ്വാഭാവിക നീതി, നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നതിൻ്റെ മൂലം, അടിസ്ഥാനം എന്ന് പറയുന്നത് ഡിവൈൻ ലോയാണ്, ദൈവിക നിയമമാണ്, സൃഷ്ടാവിൻ്റെ നിയമമാണ് എന്ന് അതിൻ്റെ ചരിത്രം പരുതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പുതിയ കാലത്തെ സമൂഹത്തിലെ
നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമവ്യവഹാരങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ സ്വഭാവവും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ആദ്യകാലത്തുണ്ടായിരുന്ന ആർക്കാണ് കേസ് കൊടുക്കാൻ അവകാശമുള്ളത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി മുൻകാലത്ത് വിക്ടിമിനാണ്, ഇരയ്ക്കാണ് എന്നാണ് എങ്കിൽ, പുതിയ കാലത്ത് പൊതു താൽപര്യ ഹർജികളുടെ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവിൻ്റെ കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. അത് വിക്ടിമിന് പുറമെ അയാൾ കേൾക്കേണ്ടി വന്ന പ്രയാസത്തിൽ വിഷമിക്കുന്ന ആർക്കും ആ വിഷയസംബന്ധമായിട്ട് കേസ് കൊടുക്കാനുള്ള അവകാശം പൊതു താൽപര്യ ഹർജികളിലൂടെ ലഭ്യമാവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ധാരാളം ആളുകൾക്ക് ഇന്ന് നിയമത്തിൻ്റെ മുമ്പിൽ ചെല്ലാനും നീതി ലഭ്യമാകാനുള്ള സാഹചര്യം ഉണ്ടായത്. ആ ഒരു പൊതു താൽപര്യ ഹർജികളുടെ നിർണായക ഗതിമാറ്റത്തിൻ്റെ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള വികാസം നമുക്ക് 1980കളുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് എന്ന് പറയുന്നത് ഡൽഹിയിലെ തിഹാർ ജയിലിലെ ഏകാന്ത തടവിൽ നിന്ന് ഒരു തടവുകാരൻ അയാൾ സുപ്രീം കോടതി ജഡ്ജിക്ക് എഴുതിയ കത്തിനെ പൊതു താൽപര്യ ഹർജിയായി പരിഗണിക്കുകയും അങ്ങനെ പാവപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുന്ന വലിയ തലത്തിലേക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലേക്ക് ചെറിയ രീതിയിൽ കടന്നാൽ നമുക്ക് ബോധ്യപ്പെടും, ഇസ്ലാമിൽ ആദ്യമേ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ ആർക്കും പരാതി പറയാം എന്ന, അഥവാ അതിന് ആ വിഷയത്തിൽ അയാൾക്ക് ഏൽക്കേണ്ടി വന്ന മുറിവിൽ, വേദനയിൽ വിലപിക്കുന്ന, പ്രയാസപ്പെടുന്ന മറ്റുള്ളവർക്ക് പരാതി പറയാം, കേസ് കൊടുക്കാം എന്ന് മാത്രമല്ല, അത് പൗരബാധ്യതയായിട്ടാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വരുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ പുതിയ കാലത്ത് വികസിച്ച പൊതു താൽപര്യ ഹർജിയുടെ സ്വഭാവം നേരത്തെ തന്നെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നിയമം എന്ന നിലയിൽ ഇസ്ലാമിക നിയമങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കും ഏറെ പൊതു സ്വഭാവങ്ങളുണ്ട് എങ്കിൽ തന്നെയും നിയമത്തിൻ്റെ പരിമിതികൾ രണ്ടിനും അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമാണ് ലിമിറ്റേഷൻ ആക്ട് 1963 എന്ന് പറയുന്നത്, അഥവാ 1963 ലിമിറ്റേഷൻ ആക്ട്. ആ നിയമത്തിൻ്റെ പ്രഥമ വായനയിൽ തന്നെ നമുക്ക് ബോധ്യമാകും, നമുക്ക് തോന്നും അതൊരു അൺജസ്റ്റായ, നീതിപരമല്ലാത്ത നിയമമാണ് എന്ന് നമുക്ക് തോന്നും. കാരണം ആ നിയമത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു കൃത്യമായ കാലയളവ് കഴിഞ്ഞാൽ സിവിൽ സ്യൂട്ട് കൊടുക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് ആ നിയമത്തിൻ്റെ ഉള്ളടക്കം. അത് സ്യൂട്ടിൻ്റെ വ്യവഹാരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെടും, വർഷം വ്യത്യാസപ്പെടും. 3 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ അയാൾക്ക് തനിക്ക് ഏൽക്കേണ്ടി വന്ന പ്രയാസത്തിന് സിവിൽ സ്യൂട്ട് കൊടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന നിയമം എന്ന് പറയുമ്പോൾ അത് അനീതിയായി തോന്നുമെങ്കിലും നിയമത്തിൻ്റെ തനതായ സുഗമമായ നടത്തിപ്പിന് അത് ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് റിലീജിയസ് ലോയിലും നമുക്ക് കാണാൻ പറ്റും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ മറ്റൊരു ഈ ക്രിമിനൽ വശം പറയുമ്പോൾ നമ്മളൊരു റൈറ്റ്സ് ഓഫ് അക്യൂസ്ഡായി സാധാരണ പറയുന്ന മറ്റൊരു കാര്യമാണ്, പലപ്പോഴും പല കേസുകളിലും പൊതുജനം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഈ കേസ് ഇങ്ങനായിപ്പോയി, കുറ്റവാളിയെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ള കാര്യം. ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഈ ഇന്ത്യൻ ലോ, കോമൺ ലോ, ഇന്ത്യൻ ലോ സിസ്റ്റം പറയുമ്പോൾ നമ്മൾ ക്രിമിനൽ ലോൻ്റെ അടിസ്ഥാനമായി പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഷുഡ് ബി ഗിവൺ ടു ദി അക്യൂസ്ഡ്. സ്വാഭാവികമായിട്ടും ഒരു കുറ്റം ചെയ്താൽ കറ തീർന്ന എന്ന് പറഞ്ഞാൽ 100ൽ 110% ഇയാൾ തന്നെയാണ് ഈ കുറ്റം ഈ രൂപത്തിൽ ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അയാൾ ശിക്ഷിക്കപ്പെടാൻ പറ്റൂ എന്നാണ് കോമൺ ലോയിൽ പറയുന്നത്. എന്ന് പറയാൻ ശുബ്ഹാത്തുകൾ കൊണ്ട്, തോന്നലുകൾ കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളില്ല, അഭിപ്രായമാണ്, ഒപ്പീനിയനാണ് എൻ്റെ, അതുകൊണ്ടൊന്നും, ആ തെളിവുകൾ കൊണ്ടൊന്നും ഒന്നിരിക്കൽ ഡയറക്റ്റ് എവിഡൻസ് വേണം, അല്ലെങ്കിൽ
സാഹചര്യ തെളിവുകൾ കൊണ്ട് ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവ് വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ചെറിയ ഒരു ലൂപ്പ് ഹോൾ കിട്ടിയാൽ അവരെ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ ശിക്ഷയുടെ ഗാംഭീര്യം കുറയുന്നു എന്നൊരു സംഭവമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പൊതു തത്വമാണ് ഈ ഒരു കാര്യം. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ഖാദിയുടെ വിഷയം, അല്ലെങ്കിൽ ഒരാളെ ഒരു ശിക്ഷയ്ക്ക് വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കാര്യം പറയുന്നത് കാണാം. ഇദ്റഉൽ ഹുദൂദ ബിശുബ്ഹാത്ത്. ശുബ്ഹാത്തുകൾ കൊണ്ട് വ്യക്തമായ തെളിവുകൾ ഇല്ല, അവിടെ എവിടെയും ചെറിയ ചെറിയ തെളിവുകളേ ഉള്ളൂ, അതുകൊണ്ടൊന്നും ശിക്ഷിക്കപ്പെടാൻ പറ്റുകയില്ല. ശുബ്ഹാത്തുകൾ കൊണ്ട്, അവ്യക്തമായ കാര്യങ്ങൾ കൊണ്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരാളെയും ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ഉപേക്ഷിക്കുക. വ്യക്തമായ തെളിവില്ലാതെ നിങ്ങൾ ഒരാളെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു തിയറിയാണ് ഇവിടെ പറഞ്ഞത്. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഇവിടെ അക്യൂസ്ഡ് നൽകുന്നു. ഇതേ തിയറിയാണ് ഇവിടെ ഈ ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോമൺ പ്രിൻസിപ്പിൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇസ്ലാമിക് പണിഷ്മെൻറ്റ് തിയറി, അതിനെക്കുറിച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് എന്ന്. അതിൻ്റെ മറുപടി പറയുന്നതിന് പകരം അതിൻ്റെ കാരണം ആണ് പറയാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിക് പണിഷ്മെൻറ്റ് തിയറി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നവർ അങ്ങനൊരു ആരോപണം പറയുന്നത്. പല നിയമപുസ്തകങ്ങളും എടുത്തു നോക്കിയാൽ ഈ പണിഷ്മെൻറ്റ് തിയറിയെ പറയുന്നത് കാണാം. അതിൻ്റെ തിയറികൾ പറഞ്ഞിട്ട് പറയും ഇതാണ് ഇസ്ലാമിക് തിയറി, അൽ ഐനു ബിൽ ഐനി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇസ്ലാമിക് തിയറി എന്ന് പറയും. പക്ഷേ അത് മാത്രമല്ല ഇസ്ലാമിലെ തിയറി. ഇസ്ലാമിക് പണിഷ്മെൻറ്റ് തിയറി എന്നത് റിഫോർമേറ്റീവ് അല്ലെങ്കിൽ ഡിറ്ററൻറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് എന്ന് നിശ്ചയിക്കാതെ ഇസ്ലാമിക് തിയറി ഇസ്ലാമിക് പണിഷ്മെൻറ്റ് തിയറിയാണ്. ഈ തിയറികളിൽ നിന്നെല്ലാം, ഡിറ്ററൻറ്റ് തിയറിയിൽ നിന്നും റിഫോർമേറ്റീവ് തിയറിയിൽ നിന്നുമെല്ലാം വിളക്കിച്ചേർത്ത പല പ്രൊപ്പോഷനിൽ ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ഇസ്ലാമിക് തിയറി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ വിമർശനങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പലരും ഇസ്ലാമിക് പണിഷ്മെൻറ്റ് തിയറിയാക്കി മനസ്സിലാക്കിയത് കൊന്നവനെ കൊല്ലുക, കട്ടവൻ്റെ കൈമുറിക്കുക, ഇത് മാത്രമാണ്. ഇതൊരു ഭാഗം മാത്രമാണ്. ഇത് ഹദ്ദുകളാണ്. ഹദ്ദല്ലാതെ തഅ്സീർ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ഇസ്ലാമിക ഫിഖ്ഹിനകത്തുണ്ട്. അത് ഈ പുസ്തകം എഴുതിയ പലരും ശ്രദ്ധിക്കാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വിമർശനങ്ങൾ വരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, പലയിടത്തും വിമർശനങ്ങൾ വരുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് അഷ്റഫ് ഉസ്താദ് 2 വാക്കുകൾ പറഞ്ഞു. അതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമത്തിൽ അത് എഗൻസ്റ്റ് ദ സ്റ്റേറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഭരണകൂടത്തിനെതിരെയുള്ള ഒരു അതിക്രമമായിട്ടാണ് പരിഗണിക്കുന്നത്. ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ സ്റ്റേറ്റ് എന്നതിൻ്റെ സ്ഥാനത്ത് ഇരയുടെ കുടുംബത്തെ നിർത്തുന്ന ഒരു ചിത്രം കൂടെ നമുക്ക് കാണാൻ പറ്റും. അഥവാ കൊലപാതക കുറ്റമാകുമ്പോൾ തന്നെയും ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാങ്ങി കുറ്റവാളിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ചിത്രം, അത് നമ്മുടെ ഇസ്ലാമിലെ ഈ തിയറി ഏതാണ്, പണിഷ്മെൻറ്റ് തിയറി ഏതാണ് എന്നതിനെ നിർണ്ണയിക്കുന്നതിൽ ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാടിന് എഗൻസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, എഗൻസ്റ്റ് ഹൗസ് ഹോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ കാഴ്ചപ്പാടിന് ഈ തിയറി ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ ഒരു സ്വാധീനമുണ്ട്. അതോടൊപ്പം നേരത്തെ ഇവിടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിനെയും അഖദിനെയും ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ ഇസ്ലാമിക് ഫിഖ്ഹിലെ അഖദിനെയും ചേർത്ത് വെച്ചു.
അത് ചേർത്ത് വെക്കുമ്പോൾ ഏറെ സമാനതകൾ നമുക്ക് കാണാൻ പറ്റും. അതോടുകൂടെ ചില വൈവിധ്യങ്ങളും അവിടെ നമുക്ക് കാണാം. അതിൽ പിന്നെ ഒരു ഇടപാട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ആർക്ക്? മൈനറായ പേഴ്സണ് പറ്റില്ല. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് അയാൾക്കും പറ്റില്ല. ഈ മൈനർ ആരാണ് എന്ന് നമ്മുടെ നിയമം പറയുന്നിടത്ത്, മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് ആകാത്ത ആൾ മൈനർ, 18 വയസ്സ് പൂർത്തിയായാൽ മേജർ എന്നാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത അതിന് കാണാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മൈനറെ തീരുമാനിക്കുന്നത് വയസ്സിൻ്റെ നിർണിതമായ വയസ്സ് മാനദണ്ഡമാക്കിയല്ല, മറിച്ച് അയാളുടെ കുറ്റവാളിയുടെ അല്ലെങ്കിൽ കുറ്റാരോപിതൻ്റെ ശാരീരിക മാനസിക പ്രത്യേകതകളുടെ ബലത്തിലാണ് മൈനറും മേജറും ആരാണെന്ന് തീരുമാനിക്കുന്നത്. അതിന് ബുലൂഗ് ഒരു മാനദണ്ഡമായി വെച്ചതാണ് പ്രായപൂർത്തിയാവുക എന്നുള്ളത്. അപ്പം പ്രായപൂർത്തിയായാൽ അയാൾ താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത ആർജിച്ചിരിക്കും. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കുറ്റക്കാരനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. അത് ക്രിമിനൽ ഒഫൻസിന് എപ്പോഴാണ് ലിയാബിലാവുക എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാം. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് 18 വയസ്സാണ് നിർണ്ണയിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് 7 വയസ്സ് വരെ ഉള്ള ഒരാൾ ക്രിമിനൽ ഒഫൻസ് ചെയ്താൽ അയാൾ കുറ്റവാളിയാവില്ല. 7 മുതൽ 12 വരെ താൻ ചെയ്ത കുറ്റത്തിൻ്റെ പ്രതിഫലനം എങ്ങനെ ഉണ്ടാകും എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമുള്ള ആളാണെങ്കിൽ കുറ്റക്കാരനാകും. 12 മുകളിലേക്ക് നിരുപാധികം കുറ്റക്കാരനാകും എന്ന നിലയിലാണ് പോകുന്നത്. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് ബുലൂഗാണ് അവിടെ മാനദണ്ഡം. പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നത് അത് അയാളുടെ ശാരീരിക മാനസിക വളർച്ചയുടെ ഒരു റിഫ്ലക്ഷൻ കൂടെ ആകയാൽ കുറച്ചുകൂടെ വ്യക്തത അവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഇവിടെ നമ്മുടെ പണിഷ്മെൻ്റ് തിയറി പറയുന്നിടത്ത് സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ശിക്ഷാരീതികൾ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്, അതുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത് എന്നൊക്കെയാണ്. റിഫോർമേറ്റീവ് തിയറിയാണ്, അല്ലെങ്കിൽ തിയറീസ് ഓഫ് സാൽമെൻറ്റ് എന്നും അറിയപ്പെടുന്ന തിയറികളാണ് നല്ലത് എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരിക്കലും ആ ഒരു കൺസെപ്റ്റ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒഴിവാക്കപ്പെടണമെന്ന കൺസെപ്റ്റ് ഒരിക്കലും ജുഡീഷ്യറിക്കില്ല. എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമേറിയ ശിക്ഷ റെയർ ആൻഡ് റെയറസ്റ്റ് കേസിൽ നൽകാമെന്നാണ് സുപ്രീം കോടതി വ്യാഖ്യാതമായ ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകാമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇസ്ലാം നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ റൈറ്റ് ടു ഗോഡ് എന്ന് വെക്കുന്ന സമയത്ത് സബുൽ മൂബിക്കാത്ത് പോലെ വലിയ ചില കുറ്റങ്ങളെ, കൊല്ലൽ, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ കുറ്റങ്ങളെ വൻ കുറ്റങ്ങളായി പരിഗണിച്ച് അവയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ കണക്കാക്കുന്നു എന്ന രീതിയിൽ എടുത്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇസ്ലാമിൻ്റെ പണിഷ്മെൻറ്റ് തിയറി എന്നാണ് ഇവിടെ പറയാനുള്ളത്. യാസീൻ സിദ്ദീഖി നൂറാനി അവർകൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആധുനിക നിയമത്തിൻ്റെയും ഇസ്ലാമിക നിയമത്തിൻ്റെയും ഒരു താരതമ്യ പഠനത്തിൻ്റെ തുടക്കത്തിലേക്കാണ് നാം ഇതുവഴി പ്രവേശിക്കുന്നത്. നിയമത്തെ നാം അതിൻ്റെ എക്സിക്യൂഷനെ, അതായത് നിർവഹണത്തെ നാം ചുരുക്കി കാണുമ്പോൾ ജൂറിസ്ഡിക്ഷൻ അഥവാ പവർ ഓഫ് എ കോർട്ട് ടു അഡ്ജുഡിക്കേറ്റ് എ മാറ്റർ, അതായത് ഒരു കേസ് കാര്യം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കോടതിയുടെ അധികാര പർവ്വത്തെയാണ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, സിവിൽ ജൂറിസ്ഡിക്ഷൻ എന്നുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ മലപ്പുറം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് അഥവാ അതിർത്തി സംബന്ധമായി ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലാ കോടതി, അതുപോലെ അതിർത്തി സംബന്ധിച്ചും, അതുപോലെ തന്നെ പെക്യൂനിയറി ജൂറിസ്ഡിക്ഷൻ അഥവാ പണസംബന്ധമായ ലിമിറ്റുകൾ 10 ലക്ഷം വരെ മുൻസിഫ് കോർട്ട്, സെഷൻ സബ് കോർട്ട്, അങ്ങനെ ഒക്കെ പല രീതികളിൽ അത് തരംതിരിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് മാറ്റർ വൈസായിട്ട് മോട്ടോർ ആക്സിഡൻറ്റ് കേസുകൾ മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണൽ, ഇൻകം ടാക്സ് കേസുകൾ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ, അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോടതിയിലേക്ക് ചെല്ലുവാനുള്ള ഒരാളുടെ അവകാശത്തെ, അധികാരത്തെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുക.
അത് സാധാരണഗതിയിൽ ക്രിമിനൽ ഇതിൽ ഇൻഷുവേർഡാണ്, ചിലതിൽ സ്റ്റേറ്റാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ പൊതു താല്പര്യ ഹർജിയിൽ അത് ആർക്കുമാകാം എന്നുള്ളതാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കേസ് അതിന് ഉത്ഭവിക്കുന്നത് അതിൻ്റെ കോസ് ഓഫ് ആക്ഷൻ. ഇങ്ങനെ ഈ 3 സംഗതികളെ മുൻനിർത്തിയാണ് ഒരു നിയമപരമായിട്ടുള്ളൊരു അതിൻ്റെ നിർവ്വഹണങ്ങൾ നടക്കുന്നത്. ഈ നിയമനിർവ്വഹണം നടത്തുന്നതിൽ കുറ്റാന്വേഷണങ്ങളും മറ്റും പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ വിചാരണകളും മറ്റും കോടതികൾ പൂർത്തീകരിക്കുന്നു, സമൻസ് ലഭിക്കുന്നു, വിചാരണ തുടങ്ങുന്നു, ആദ്യം മുഖ്യ വിസ്താരം നടത്തുന്നു, ക്രോസ് വിസ്താരം നടത്തുന്നു, വീണ്ടും റീ എക്സാമിനേഷൻ നടത്തുന്നു, പിന്നെ പ്രതിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിച്ച് കൊടുക്കുന്നു, 313 എക്സാമിനേഷൻ എന്ന് പറയും. അതിൻ്റെ ശേഷം 2 ഭാഗം വക്കീലന്മാരും വാദങ്ങൾ നടത്തുന്നു, പിന്നീട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നു. അതിൻ്റെ ശേഷം അത് വെറുതെ വിടുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നു. അതിൻ്റെ മേലിൽ അപ്പീൽ പോകാനുള്ള അവകാശം വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനും അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനും ഒക്കെ ആയിട്ട് മാറുന്നു. താങ്ക് യു വെരി മച്ച്. അൽഹംദുലില്ലാ, നമ്മൾ സമയക്കുറവ് കാരണമായിട്ട് തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ ഗഹനമായിട്ട് ചർച്ച ചെയ്യേണ്ടതും ഗവേഷണങ്ങൾ നടക്കേണ്ടതുമായ ഏരിയ ആണ് ഈ ചർച്ച. അതിലേക്ക് ഒരു പ്രവേശിക ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച BKF പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു.